wake up in silence, turning our face an empty bed. There's no one besides me, and I try to remember what I've said. Hi guys, welcome back to my channel. അപ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പ് പോകാൻ പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇടുക്കിക്കാണ് നമ്മൾ പോകുന്നത്. സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പാണ് ഗൈസ്. ട്രിപ്പല്ല, ക്യാമ്പ്. കുറച്ച് സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. കാറ്റ് പേടിച്ചു പോയി. അപ്പോൾ ഞാനിതാ ATMൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ലൈറ്റിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ മൂഞ്ചിയിട്ടാണുള്ളത്, കാരണം നമ്മുടെ ബസ് കുറച്ചധികം ഡിലേ ആണ് ഗായ്സ്. ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും എക്സൈറ്റഡ്. ടെൻഷനാണുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല, എന്നാലും ടെൻഷൻ അടിക്കാമല്ലോ. ബസ് ഡിലേ ആണ്. നമ്മുടെ പൊന്നാനി KSRTC ഡിപ്പോ ആണ് ബാക്കിൽ കാണുന്നത് ഗൈസ്. അപ്പം എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഇറങ്ങി നടന്നതാണ്. പട്ടികളുണ്ട്, വേറെ ആരുമില്ല കൂട്ടിന്. ജനമായ KSRTC ഡിപ്പോ. ഒരു ചേട്ടനിരുന്ന് പാട്ട് കേൾക്കുന്നു. അപ്പുറത്ത് 2-3 പാസഞ്ചേഴ്സ് ഉണ്ട്. കുറേ ബസ്സുകളുമുണ്ട്, വേറെ ആരുമില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ ഒരു സ്വിഫ്റ്റ് ബസ്സിലാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടിക്കറ്റ്. അത് കൊല്ലൂരിൽ നിന്ന് വരുന്ന ബസ്സായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി 2 മണിക്കൂർ എന്തോ ഡിലേ ആയിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2:30ക്ക് നമ്മൾ KSRTC ഡിപ്പോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2:30ക്കുള്ളൊരു ബസ് ലേറ്റായിട്ട് 3:30ക്ക് വരുന്നുണ്ട്. ആ ബസ്സിലാണ് കേട്ടോ നമ്മൾ കയറി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടിക്കറ്റൊന്നും എടുക്കേണ്ടി വന്നില്ല. നമ്മൾ ഡിപ്പോയിൽ കയറി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ 6:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷായി വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയായിരുന്നു, നീ ഇവിടെ ഇരുന്നിട്ട് എന്തിനിട്ടാ, അപ്പം ഫ്രഷ് ആകാൻ പോകുമ്പോൾ ഇട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അതിൻ്റെ മുന്നേ നമ്മൾ കാൽച്ചായ കുടിക്കാൻ വേണ്ടി പോയി ഗൈസ്. അപ്പം ഞാൻ കോഫിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, സെറ്റായോ എന്നൊക്കെയാണ് തോന്നുന്നത് ചോദിക്കണത്. അങ്ങനെയാണ് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ലേറ്റ് ആവുന്ന കേട്ടോ വിചാരിച്ചത്, പക്ഷെ നമ്മൾ നേരത്തെ എത്തി. കുറച്ചും കൂടെ നേരത്തെ 6:30 ആകുമ്പോഴേക്കും എത്തി. 7:30 ആകുമ്പോഴാണ് തോന്നുന്നു അവിടെ നിന്ന് ഇടുക്കിക്കുള്ള ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയിട്ട് ഒരു കോഫി ഒരു കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കോഫി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. നല്ല പത ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ പതപ്പിച്ച കോഫി ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും കുടിക്കുക എന്നുള്ള രീതിക്ക് കുടിച്ചതാണ്. കാരണം രാവിലെ എണീച്ചാൽ ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു എനിക്ക് ബസ്സിൽ കയറിയിട്ടൊക്കെ. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടതാണ്. യാത്ര ക്യാമ്പിംഗ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമിൻ്റെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ആഡ് കണ്ടതാട്ടോ. അപ്പം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ പെർ ഹെഡ് വന്നിട്ടുണ്ടായിരുന്നത് 1900 ആട്ടോ. അപ്പോൾ അതിൽ ഇടുക്കി വരെ എത്തേണ്ട ചിലവ് നമ്മളാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മുടെ സ്റ്റേൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആട്ടോ. അതിൽ ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്, പിന്നെ വാട്ടർഫോൾസിൽ പോകുന്ന കാര്യങ്ങൾ, സൺറൈസ് സൺസെറ്റ്, ക്യാമ്പ് ഫയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൈസയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇടുക്കി വരെ എത്തുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ കയറുന്ന വീഡിയോ എനിക്ക് എടുത്തു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ ഈസ്തെറ്റിക്കായിട്ട് ഞാൻ ടിക്കറ്റൊക്കെ വെച്ച് വീഡിയോ എടുക്കേണ്ട ഗൈസ്. ഇങ്ങനെയുണ്ട് എൻ്റെ ഈസ്തെറ്റിക് വ്ളോഗ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പോൾ കുറച്ച് നേരം ഉറങ്ങും, പിന്നെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. ബസ്സിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങണം ഗൈസ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഛർദ്ദിക്കണ ഗുളികയൊക്കെ, ഛർദ്ദിക്കാണ്ടിരിക്കാനുള്ള ഗുളികയൊക്കെ മേടിച്ചിട്ടാട്ടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് KSRTC പൊന്നാനിയിൽ നിന്ന് കയറാൻ നേരം ഞാൻ മരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ അത് കാണാനില്ല ഗൈസ്.
വരുന്ന വഴിയിലാണോ ഇനി എവിടെയെങ്കിലും വെച്ച് മിസ്സായതാണോ എന്നറിയില്ല. ആ യാത്ര ഫുള്ള് ഞാൻ മരുന്ന് കഴിക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ വൈബ് കൊണ്ടാണ് ഞാൻ ഛർദ്ദിക്കാതിരുന്നത്, അവരുടെ പുണ്യം കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ നിൽക്കണ ചേട്ടല്ല, അതാണ് യാത്രേൻ്റെ കോർഡിനേറ്റർ ഷിൻഡോ. അടിപൊളിയാട്ടോ ആൾ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്നല്ല, ഒരു ക്യാമ്പായിട്ട് തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട്, അതുപോലെ ന്യൂ ഇയറിനും ക്യാമ്പ് നടത്തുന്നുണ്ട്. അയ്യോ ഒരുപാട് നേരം സംസാരിച്ചിട്ട് ശ്വാസം മുട്ടണ പോലെ. അപ്പോൾ കുറേ സെക്കൻഡ് ക്യാമ്പ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, December 14th and 15th. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തതിൻ്റെ ബ്ലൂപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു വെക്കാം. നമ്മുടെ ചാനൽ ഇങ്ങനെ ഡിമ്മായി വരുന്നുണ്ട്, അതിനൊന്ന് പൊക്കി കൊണ്ടുവരണം. വീഡിയോസും കാര്യങ്ങളൊന്നും വരാതിരുന്നത് എക്സാമൊക്കെ ആയതുകൊണ്ടാണ്. എൻ്റെ സ്റ്റഡി ലീവിൻ്റെ തുടക്കത്തിലാട്ടോ ഞാൻ ഈ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നത്. മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ഭയങ്കര ഡ്രെയിൻ ഔട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ. ലൈക്ക് കോളേജിലാണെങ്കിലും എൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഒക്കെ നല്ല എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫേസിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിഫ്രഷ്ഡ് ആവാനും മൈൻഡ് ഫുള്ള് നല്ലൊരു പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ ഒരു ക്യാമ്പ് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കണമെന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ജാതി മല്ലി പൂത്തു കുളിരുമി താഴ്വാരം കോലമയിൽ പീലിയുതിരും മാറ്റോരം ചന്തമുള്ള പന്തലൊരുക്കണതാരെ തൊട്ടാവാടി തത്തേ നിന്നെ കെട്ടാൻ പോവണതാര് ഇല്ലി കാട്ടിൻ മുല്ലത്തേരിൽ ചുറ്റും പൊന്നരിപ്രാവ് ഒരാശാമരം പൂക്കുന്നുവോ ഞാൻ നീ മാത്രം കണ്ടു സുന്ദരി തുമ്പി ചെമ്പകത്തുമ്പി ചൂളം മൂളാൻ വാ. അപ്പോൾ ആളുടെ പാട്ട് അടിപൊളിയായിട്ടില്ല. ആളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുക കേട്ടോ. റോബിൻ എന്നാണ് പേര്. എക്സ്ക്ലൂസീവായിട്ട് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കേട്ടാൽ മതി. നല്ല അടിപൊളിയായിട്ട് പാടും. ചേട്ടൻ്റെ ലൈവായിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്യാമ്പുകളിലൊക്കെ ചേട്ടൻ വരാറുണ്ട്. അപ്പം പോയാൽ മതി. നല്ല രസമായിട്ടുള്ള വോയിസ് ആട്ടോ, നല്ല ബാസുള്ള നല്ല സ്വീറ്റല്ല, നല്ല അടിപൊളി വോയിസാണ്. ഒരു രക്ഷയില്ല. ഒരു പാട്ട് കൂടി കേട്ടു. जाना जिंदा हो मैं तो अभी कुछ ऐसी लगन इस लम्हे में है ये लम्हा कहाँ था मेरा अब है सामने इसे छू लूं जरा मर जाऊं या जी लूं जरा खुशियाँ चूम लूं या रो लूं जरा അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെ ഒരാൾ മരച്ചോട്ടിരുന്ന് മാരിവിൽ ഗോപുരമാളിക തീർത്ത് അതിൽ ഞാൻ നിങ്ങളുടെ ടീം വേണ്ട അല്ല. ഉച്ചയ്ക്കു നീ എന്റെ മനസ്സ് നിറയെ വീണകൾ മൃദുവാണികൾ വളമോട് പാട്ട് പാടിയിട്ട് നേരം വെളുത്തത് അറിഞ്ഞില്ല അല്ലേ. നേരമൊക്കെ വെളുത്ത് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വേറൊരു മലൻ്റെ മേലെ കയറി വന്നതാട്ടോ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഓഫ് റോഡ് ജീപ്പ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലുള്ള ചേട്ടനാട്ടോ. അപ്പോൾ ആളാണ് നമ്മുടെ ഗൈഡായിട്ട് വന്നിട്ടുള്ളത്. നല്ല രസമായിരുന്നു എല്ലാവരുടെയും കൂടെ. നമുക്കറിയാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് നിന്ന് ഇടുക്കി വരെ നമ്മളൊപ്പാണല്ലോ ട്രാവൽ ചെയ്യുന്നത്.
അങ്ങനെ സെറ്റാവാൻ പ്രത്യേകിച്ച് ടൈമൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ലൈവിൽ പോകാമെന്ന് വെച്ചിട്ട് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ പകുതി വരെയൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വയ്യണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പീരീഡ്സ് ആയേക്കാടടാ. അത് അറിയാണ്ടാട്ടോ അവരെന്നെ വലിച്ചുകൊണ്ട് പോയത്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് താഴെ നിൽക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇവർ എന്നെ വലിച്ചുകൊണ്ട് കയറ്റി കൊണ്ടുപോയി. പിന്നെ പീരീഡ്സ് ആയി എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ ഓക്കെ എന്നാൽ പിന്നെ നീ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയതാണ്. അപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ കാര്യങ്ങൾ. പിന്നെ ഞാൻ മലേൻ്റെ അവിടെ ഇരുന്നിട്ട് കുറേ കിടക്കും. പിന്നെ എസ്തെറ്റിക് ആണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കുറേ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട്. എനിക്ക് ശരിക്കും അന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ്. പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. നോർമലി ചെറിയൊരു വയറുവേദന, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അന്ന് എനിക്ക് അത്ര പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു എക്സൈറ്റ്മെൻറ്റിലും പിന്നെ നമ്മൾ പുതിയൊരു സ്ഥലത്താണല്ലോ, ആ ഒരു വൈബിൽ നമ്മൾ അങ്ങനെ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട്. പിന്നെ മല കയറാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആ പീരീഡ്സ് ആയി എന്നുള്ള എക്സ്ക്യൂസ് എടുത്തിട്ടത് കേട്ടോ. അങ്ങനെ അവർ മേലെ നിന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു വായോ എന്ന് പറയും. പക്ഷേ എനിക്കിത് കയറാൻ വയ്യ ഗൈസ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർഫോൾ ട്രക്കിങ്ങിന് പോയെടുത്ത് ഞാൻ കയറിയിട്ടാ. അത് ഇറക്കമായിരുന്നു. ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് വരാൻ വേണ്ടി നമ്മൾ കയറണമല്ലോ, അതും കയറി. അയ്യോ വയ്യ ഗൈസ്. ഞാൻ അവിടെ ഇരിക്കാൻ പോവാം. ഏത് ട്രിപ്പ് വന്നാലും പീരീഡ്സ് ആവണൊരു സംഗതിയില്ലേ. രാവിലെയായി. ട്രക്കിങ് കഴിഞ്ഞ് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആയത്. വാട്ടർഫോൾസാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഓഫ് റോഡ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് വാട്ടർഫോൾസിൽ പോവാൻ. ഞാൻ അവർ പോയി വരട്ടെ. വയ്യാന്ന് പറഞ്ഞിട്ടും കുറേ എന്നെ പിടിച്ച് കയറ്റി. സാധനം പേടിച്ചായെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്നെ തനിയത് തോന്നി. ഞാനിവിടെ ഇരുന്നു നീന പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ്. നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് സ്കിൻ കെയർ ചെയ്യണമല്ലോ. സ്റ്റഡി ലീവിലാണ് ഈ സാധനം ചെയ്യാൻ വന്നേക്കണേ. പക്ഷെ സൂപ്പർ എക്സ്പീരിയൻസാണ് ഗൈസ്, ഒരു രക്ഷയില്ല. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഞാനൊന്നും സംസാരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പം പറയാമെന്ന് വിചാരിച്ചു. യാത്ര എന്ന് പറഞ്ഞിട്ട് ചിൻഡോ ചേട്ടൻ്റെ കൂടെ കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പോടാ അവിടെ നിന്നിട്ട് വിളിച്ചോണ്ടിരിക്കണേ. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്. ഇറ്റ് വാസ് ഫൺ. അയ്യോ കുറച്ച് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ലൈഫിൽ ഇതൊക്കെ അല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനിയൊരു ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് പോകാം. ഇതിപ്പോൾ എക്സാമിൻ്റെ മുന്നേ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. പൂലി പിടിക്കുന്നത്. ഹേയ് പണ്ടാരങ്ങളെ കൊണ്ട് ടെൻഷനൊക്കെ ഏൽപ്പിക്കാൻ അടുത്ത്. മറ്റപ്പുറം വെയിലത്താണ് ഇരിക്കണമെങ്കിലും വെയിലറിയാനില്ല. തണുത്ത കാറ്റിൽ വീശിക്കൊണ്ടിരിക്കണം. ലോല വായു പോകാം ഏതോ കാലക്കേടില്ലായോ. അപ്പം അതൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. അതുകൊണ്ടാണ് ക്യാപ്പ് വെച്ച് നടക്കണം. മുടി വെട്ടിയല്ലോ. എൻ്റെ ജാക്കറ്റാണ് ഗൈസ്. അത്ര തണുപ്പില്ല, നമുക്ക് സഹിക്കാൻ പറ്റണം. ഒരു നോർമൽ. ഇത് നല്ല ഡ്രസ്സില്ലേ, ബ്ലാക്ക് ഗ്രീൻ
എൻ്റെ ഈ സാധനം എന്താ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. പക്ഷെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എസ്തെറ്റിക് പടം പിടിക്കുമ്പോൾ അറിയാമല്ലോ. ഇതിൻ്റെ കാലിനൊരു വളവൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കേസ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ. പിന്നെ നമ്മൾ മല ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ വാട്ടർഫോൾ ട്രക്കിങ്ങിനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോണ് പുറത്ത് ഒരാളുടെ ബാഗിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ വന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മലേൻ്റെ മേലെ നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോൺ ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി, കുറച്ച് ഫാമിലീസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 കപ്പിൾസ്, അവരുടെ മക്കൾസും. അപ്പോൾ ഒരു ചെറിയ ബേബി കണ്ടോ മല കയറുന്നത്. ആൾക്കുള്ള എനർജി പോലെ എനിക്കുണ്ടായിരുന്നില്ല. എന്തൊരു ശോകമല്ലേ. അത് കഴിഞ്ഞ് മല കയറിയില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വലിയ നഷ്ടമൊന്നുമില്ല ഗൈസ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ അത്യാവശ്യം കുറേ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് വാട്ടർഫോൾ. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കുത്തനെയുള്ള ഇറക്കമായിരുന്നു കേട്ടോ. മൊത്തം ഇറങ്ങി അത് കഴിഞ്ഞിട്ട് തിരിച്ച് കയറുകയും ചെയ്തു ഗൈസ്. വാട്ടർഫോളിലൊക്കെ ഇറങ്ങി നമ്മൾ നല്ല രസമായിരുന്നു. നല്ല തണുത്ത, അയ്യോ ഇവിടെ ചൂടി മാറുന്ന സീനായിരുന്നു. ഇത് അവർ എടുത്ത വീഡിയോ കേട്ടോ. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ അതാ, ഇത് എത്തിയിട്ടില്ല തോന്നുന്നു. അവിടെ ചേട്ടന്മാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 ഗേൾസാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. നല്ല വഴുക്കലൊക്കെ ഉള്ള കാരണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ അറ്റത്തിരിക്കുന്ന ചേട്ടൻ തൃശ്ശൂർ വടക്കാഞ്ചേരി അല്ലേ, അവിടെയാണ്. അപ്പോൾ ആളും നമ്മളും പിന്നെ ബാക്കി 3 പേര് വേറെ ഓട്ടോയിൽ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും നമ്മളും കൂടിയിട്ട് ഒരുമിച്ചാണ് ബസ്സിൽ കയറി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം എറണാകുളം വരെ 2 പേരുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂർ വരെ ഈ ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ബസ് കയറിയിട്ട് അറ്റത്തിരിക്കുന്ന ചേട്ടല്ലേ, അവൻ ഉണ്ടായിരുന്നു. അവൻ കോഴിക്കോട് പോയി. ഞങ്ങൾ എടപ്പാൾ ഇറങ്ങി. ഞാൻ എടപ്പാൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ട്രെയിനിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൈസ് എറണാകുളത്തു നിന്നാണ് ഈ സീൻ. ട്രാൻസ്ജെൻഡർ കയറിയിട്ട് പയ്യന്മാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. മലയാളികളുടെ കയ്യിൽ നിന്ന് ഇവർ പൈസ മേടിക്കുന്നില്ല കേട്ടോ. പയ്യന്മാരെല്ലാവരും കൊടുക്കണമുണ്ട്. അവരുടെ ആ ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ട്രിപ്പ് തുടങ്ങിയോടത്ത് തന്നെ ട്രിപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. KSRTC പൊന്നാനി ഡിപ്പോയിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഞാനൊരു വ്ളോഗായിട്ട് ഒന്നും ചെയ്തിട്ടല്ല, എന്നാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ, ബൈ.